നിരവധി രാഷ്ട്രീയ ചുവടുമാറ്റത്തിന്റെ ഭാഗമായി ബി.ജെ.പിയിൽ എത്തിയിരിക്കുന്ന നേതാവാണ് പി.സി. ജോർജ്. ബി.ജെ.പി നേതൃനിരയിലെത്തിയ ശേഷം മതവിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് ആരോപിച്ച് യു.ഡി.എഫും എൽ.ഡി.എഫും രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ശക്തമായി ഈ വിഷയത്തിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. മതവിദ്വേഷ പ്രസംഗത്തിൽ കോടതി പി.സി. ജോർജിന് ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സർക്കാർ അതിനെതിരെ നീക്കം ആരംഭിച്ചിരിക്കുകയാണ്. ബി.ജെ.പി നേതാവ് പി.സി. ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ രംഗത്തെത്തുമ്പോൾ 2022 പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ ജാമ്യം റദ്ദാക്കണമെന്നാണ് സർക്കാർ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ജാമ്യ വ്യവസ്ഥ പി.സി. ജോർജ് നിരന്തരം ലംഘിക്കുന്നുവെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. പി.സി. ജോർജ് നിരന്തരം മതവിദ്വേഷ പ്രസംഗം നടത്തുന്നുവെന്ന് പോലീസും പറഞ്ഞു. സർക്കാരിന്റെ ഹർജിയിൽ പി.സി. ജോർജിന് ഹൈക്കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥയുടെ വാർഷിക ദിനത്തിൽ ഇടുക്കിയിൽ പി.സി. ജോർജ് വീണ്ടും മതവിദ്വേഷ പ്രസംഗം നടത്തിയിരുന്നു. കേസെടുക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചായിരുന്നു അന്ന് അദ്ദേഹം വിദ്വേഷ പ്രസംഗം നടത്തിയത്. മറ്റുള്ളവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് കരുതുന്ന തലമുറയെ മുസ്ലിം സമൂഹം വളർത്തിക്കൊണ്ടുവരുന്നു. ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവനും ഇവിടെ ജീവിക്കുന്നത് ശരിയല്ലെന്നും ക്രിക്കറ്റ് മാച്ചിൽ പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ ചിലർ അല്ലാഹു അക്ബർ വിളിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിന്റെ പേരിൽ പിണറായി ഒരു കേസ് കൂടി എടുത്താലും തനിക്ക് പ്രശ്നമില്ലെന്നും കോടതിയിൽ തീർത്തോളാമെന്നുമെന്ന് പി.സി. ജോർജ് പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ നിരന്തരമായുള്ള വിദ്വേഷ പ്രസംഗത്തിൽ നിരവധി തവണ വിലക്ക് ലഭിച്ചിട്ടും അത് തുടരുന്ന പി.സി. ജോർജിനെ പൂട്ടാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ. നിയമായുധം ഉപയോഗിച്ചുള്ള ഈ പോരാട്ടത്തിൽ സർക്കാരോ പി.സിയോ എന്നുകൂടി ഇനി അറിയേണ്ടതുണ്ട്.